ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സഫാൻ. ഗുഡ് മോർണിംഗ്. യെസ് സഫാൻ, ഏതായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഓഫീസിലാണെങ്കിലും ശരി, മാർക്കറ്റിലാണെങ്കിലും ശരി, പൊതുവേ ഒരു ഹോളിഡേ മൂഡിലാണ് നിൽക്കുന്നത്. വലിയ തോതിലുള്ള വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ഒന്നും തന്നെ നടക്കുന്നില്ല. ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ പരിശോധിക്കുമ്പോഴേക്കും US മാർക്കറ്റിലടക്കം വളരെ ആ ഒരു സാൻഡ് സെഷനിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എടുത്തു പറയേണ്ടുന്നത് എനിക്ക് തോന്നുന്നു S&P 500 സൂചികയുടെ ഒരു മൂവ്മെൻ്റ് ആണ്. 7000 എന്നൊരു മൈൽ സ്റ്റോൺ മാർക്ക് ചെയ്യാനായിട്ട് ഇനി S&P 500 സൂചികയ്ക്ക് താണ്ടിയത് വെറും 70 പോയിൻറ്റ്സിൻ്റെ ദൂരം മാത്രമാണ് മുന്നിലുള്ളത്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ശരി, വീക്ക്ലി ബേസിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ ഒരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച പക്ഷേ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളത്, അതായത് ഇപ്പോൾ US മാർക്കറ്റിലാണെങ്കിലും ശരി, ക്രിസ്മസ് മുതൽ ഇപ്പോൾ ന്യൂ ഇയർ വരെയുമുള്ളൊരു സമയം എന്ന് പറയുന്നത് ഭൂരിഭാഗം കമ്പനികളുടെയും എംപ്ലോയീസിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഹോളിഡേ ആണ് അല്ലേ. ഏതായാലും നമുക്ക് ഡൗ ജോൺസിലേക്ക് തന്നെ വരാം. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ടും വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നാസ്ഡാക്ക് ആണെങ്കിലും ശരി ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വീക്ക്ലി ബേസിൽ പരിശോധിക്കുമ്പോഴേക്കും 1% മുകളിലൊരു കുതിപ്പ് നടത്താനായിട്ട് ഡൗ ജോൺസിനും ഒപ്പം തന്നെ നാസ്ഡാക്കിനും കഴിഞ്ഞിട്ടുണ്ട്. S&P 500 സൂചിക്കുകയാണെങ്കിൽ ഏകദേശം 1.5% അടുത്തൊരു നേട്ടവും നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ആ ഒരു റേഞ്ച് ബൗണ്ട്നെസ് കംപ്ലീറ്റ് ആയിട്ട് മറികടക്കാൻ സാധിക്കുന്നില്ല. കാരണം 26,000 എന്നൊരു ലെവൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു ലെവലിൽ മുന്നേറ്റം, ആ ലെവൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ മുന്നേറാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 26,008.6 എന്നൊരു ലോ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈ എന്ന് പറയുന്നത് 26,144.2 എന്നൊരു നിലയിലാണ്. പക്ഷേ നിഫ്റ്റി 50 സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു ചാർട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ അപേക്ഷിച്ചിട്ട് വെള്ളിയാഴ്ച ആ ഒരു ബിയർ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ അല്പം കൂടി കൂടുതലായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ വരെയും 26,100 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ആ ഒരു സാൻഡ്വിച്ച് സെഷനിൽ ഒരു നെഗറ്റീവ് ടോൾ, അതായത് 26,000 എന്നൊരു ലെവൽ വരെ ടെസ്റ്റ് ചെയ്യുന്നതിലേക്ക് വിപണി എത്തിയിട്ടുണ്ടായിരുന്നു. സോ പൊതുവേ നിഫ്റ്റിയുടെ ഒരു ഓവറോൾ സെന്റിമെന്റ്സിനെ എങ്ങനെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്? അനില സൂചിപ്പിച്ച പോലെ തന്നെ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ ഓവറോൾ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,861, അതുപോലെ 25,741 എന്ന സോൺ ഒരു ക്രിട്ടിക്കൽ ഡിമാൻഡ് സോണായി നിഫ്റ്റിയിൽ കറൻലി ആക്ട് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി സപ്പോർട്ട് എടുത്തതും അതിനുശേഷം പ്രോപ്പർ 19th ഡിസംബറിലാണ് ഒരു പ്രോപ്പർ ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ടൈം പ്രോപ്പർ ഗ്യാപ്പ്, അതിനുശേഷം അത് സസ്റ്റെയിൻ ചെയ്ത നിഫ്റ്റിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും കറൻലി ഒരു ഹയർ ലെവലിലുള്ള ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ സ്റ്റേറ്റിലാണ് എന്നതാണ് പല അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. നിഫ്റ്റി ഈ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. 26,325 എന്ന ഹഡിൽ, റീസെൻറ്റ് ഹൈ ഈ ഒരു ഹഡിൽ മറികടന്നാൽ വീണ്ടും ഒരു മൊമെൻറ്റം കാൻഡിഡേറ്റായി നിഫ്റ്റി 50 കൺസിഡർ ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 170 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ ആ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻറ്റ് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞൊരു സെപ്റ്റംബറിൻ്റെ അല്ലെങ്കിൽ നവംബർ ഭാഗത്തൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിൽ റാലി നടത്തിയ ഒരു ഇൻഡെക്സ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിഫ്റ്റിനേക്കാൾ ഔട്ട് പെർഫോമൻസ് ഉണ്ട്. അതിനുശേഷം പിന്നീട് ഒരു ബ്രീത്ത് എടുക്കുന്ന സൂചികയാണ് കാണുന്നത്. പലപ്പോഴും പ്രത്യേകിച്ചും ലാർജ് ക്യാപ് പ്ലെയേഴ്സിൽ വലിയ തോതിലൊരു മുന്നേറ്റം കാണാതെ വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പൊസിഷനിലേക്കൊക്കെ നീങ്ങുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഒരു അനലിസ്റ്റിൻ്റെ വ്യൂ എന്താണ്? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 7th നവംബറിലാണ് ഒരു പ്രോപ്പർ റീടെസ്റ്റ് സ്കാനിൽ ഹൈ ഡിമാൻഡ് സോണായ 57,390 എന്ന സോണിൽ നിന്ന് ഫോം ചെയ്തത്. അതിനെ തുടർന്ന് 58,649 എന്ന ഹഡിലും മറികടന്ന ബാങ്ക് നിഫ്റ്റിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറൻലി ആ ഒരു സോൺ, അതായത് 58,649 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം ആ ഒരു മൊമെൻറ്റം നിലനിർത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും കറൻലി ബാങ്ക് നിഫ്റ്റിയും ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ സ്റ്റേറ്റിലാണെന്ന് പറയാൻ സാധിക്കും. സെയിം സെനാരിയോ തന്നെയാണ് ഫൈനാൻഷ്യൽ സർവീസസിലും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഒരു റേഞ്ച് കൺസോൾട്ടേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ എന്നതിനേക്കാൾ ഉപരി ഈ ഒരു വർഷം പൊതുവെ പരിശോധിക്കുമ്പോഴേക്കും ടെക്നിക്കലി ഏറ്റവും കൂടുതൽ കറക്ഷൻ നേരിട്ടൊരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ മീഡിയ സൂചികയായിരുന്നു. മീഡിയയെ സംബന്ധിച്ചിട്ട് വലിയ തോതിലൊരു ഇടിവായിരുന്നു ഈ ഒരു വിഷം 2025 പൊതുവെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കണക്കുകളനുസരിച്ച് സൂചിപ്പിക്കുമ്പോഴേക്കും ഹൈ ലെവൽസിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട്. സോ നിഫ്റ്റി മീഡിയ സൂചികയിലുള്ള ഈ ഒരു ടെക്നിക്കലി വീക്കായുള്ള ഒരു സിറ്റുവേഷൻ അനലിസ്റ്റുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏതെങ്കിലും തരത്തിൽ നിയർ ടേമിൽ ഒരു തിരിച്ചുവരവിനുള്ളൊരു സാധ്യത മീഡിയ സൂചികയിൽ കാണുന്നുണ്ടോ?
ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി വീക്ക്നെസ് ആണ്. നമ്മൾ മാർക്കറ്റ് സ്ക്രീനർ മറ്റ് സെഷൻസിലെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽസ് ഫോർമേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൽ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സരിഗമ പോലുള്ള ഓഹരികളിലെല്ലാം ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ്. എക്സാക്ട് ഡേ നോക്കുകയാണെങ്കിൽ 18th സെപ്റ്റംബറിലെല്ലാം ഹയർ ലെവലിൽ ഒരു റിജക്ഷൻ സോണായി 502 എന്ന ലെവൽ ഒരു റിജക്ഷൻ സോണായി ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് ബിയറിഷ്നെസ് ആയിരുന്നു കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. മീഡിയ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം 1675, 1600 എന്ന ലെവൽസ് എല്ലാം കറൻലി ഒരു ഹൈ റിജക്ഷൻ സോണാണ്. ഇതെല്ലാം മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്റ്റ് ആവൂ. കറൻലി ഒരു കറക്ഷൻ ഫേസ് കണ്ടിന്യൂ ചെയ്യുന്ന മീഡിയ സൂചികയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, കാരണം ഹയർ ലെവലെല്ലാം റിജക്ഷൻ, അങ്ങനെ പ്രോപ്പർ ഒരു മൊമെൻറ്റം ബിൽഡപ്പ് ക്യാൻഡിൽസ് ഒന്നും റീസെൻ്റ്ലി മീഡിയ സൂചികയിൽ ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പല അനലിസ്റ്റുകളും വീക്ക് സ്റ്റേറ്റിൽ ട്രേഡ് ചെയ്യുന്ന മീഡിയ സൂചിക എന്നതാണ് പല അനലിസ്റ്റുകളും സ്റ്റേറ്റ് ചെയ്യുന്നത്. ഒപ്പം വേഴ്സ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള മറ്റൊരു സെക്ടർ നിഫ്റ്റിയുടെ റിയൽറ്റി സൂചികയാണ്. റിയൽറ്റിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇയർ ഓൺ ഇയർ ബേസിലുള്ള കണക്കുകളൊക്കെ എടുക്കുമ്പോഴേക്കും 2022 ശേഷമുള്ള ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഇയറാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു വർഷത്തെ ഇയർലി ബേസിസിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള ഒരു ലോസ് പരിശോധിക്കുമ്പോഴേക്കും 16% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഓൾമോസ്റ്റ് ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴും 4%-അടുത്തൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോ നിഫ്റ്റി റിയൽറ്റി സൂചികയിലുള്ള ഈ ഒരു അണ്ടർ പെർഫോമൻസിനെ എങ്ങനെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്? 962 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോൺ ആയിരുന്നു മീഡിയ സൂചികയെ സംബന്ധിച്ചിടത്തോളം, റിയൽറ്റി മേഖലയെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം 24th ജൂലൈയിൽ ആ ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ, അതിനുശേഷം കണ്ടിന്യൂസ് ബിയറിഷ്നെസ്. കൂടാതെ കറൻറ്റ്ലി ടെക്നിക്കൽ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ബിയറിഷ് ഫേസിലുള്ള ഒരു കൺസോൾട്ടേഷനായി കൺസിഡർ ചെയ്യാം. അതായത് 864 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായും 962 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായി കറൻറ്റ്ലി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 962 എന്ന മേഖല മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്റ്റ് ആവൂ. അല്ലാത്ത പക്ഷം ഈ ഒരു ബിയറിഷ് ഫേസിലുള്ള റേഞ്ച് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസും വോളിയം ഇൻഡിക്കേഷൻസും എല്ലാം ന്യൂട്രലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വീക്ക് സ്റ്റേറ്റ് എന്ന് പറയാൻ സാധിക്കും. സമാൻ ഈ ഒരു മാർക്കറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു വർഷത്തെ 2025 പൊതുവെ കമ്മോഡിറ്റികളുടെ ഒരു മാർക്കറ്റ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഇക്വിറ്റി ഇന്ത്യൻ ഇൻഡെക്സ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും നിഫ്റ്റി അടക്കം ഒരു 9% ഓൺ ആൻ ആവറേജ് 9% റിട്ടേൺ നൽകിയപ്പോഴേക്കും സിൽവർ പോലെയുള്ള കമ്മോഡിറ്റീസ് 150% മുകളിലുള്ള റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ആ റാലി ഇപ്പോഴും യാതൊരു തരത്തിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാതെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ നമുക്ക് അതിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഈ ഒരു സിൽവറിൻ്റെ റാലി, അതായത് സിൽവറും അതിനോടൊപ്പം ഗോൾഡിനെ റാലി, ഒരു പക്ഷേ എല്ലാവരും ഗോൾഡിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു കമ്മോഡിറ്റി എന്ന് പറയുന്നത് സിൽവറാണ്. കാരണം സിൽവറിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്ന ഈ ഒരു റിലേറ്റഡ് ആയിട്ട് വലിയ തോതിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് സിൽവറിനെ രേഖപ്പെടുത്തുന്നത്. കാരണം റിലേറ്റഡുള്ള ചിപ്സ് ഒക്കെ നിർമ്മിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോ മെറ്റീരിയൽ ആണ് സിൽവർ എന്ന് പറയുന്നത്. സിൽവറിൻ്റെ റാലി ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നിലവിലത്തെ കണക്കനുസരിച്ച് ഏകദേശം 170% ഒരു മുന്നേറ്റമാണ് 2025 മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പല അനലിസ്റ്റുകളും ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ഒരു കറക്ഷനൊന്നും നേരിടാതെ ഒരുപക്ഷെ വീണ്ടും 2026 തുടക്കത്തിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്തേക്കും എന്നൊരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടൊരു വ്യൂ കൂടിയാണ് തന്നിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 11% ഒരു മുന്നേറ്റം സിൽവറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു റാലി 1979 ശേഷമുള്ള ഏറ്റവും മികച്ച ഒരു വർഷമായിട്ട് സിൽവറിനെ സംബന്ധിച്ചിട്ട് മാറിയിരിക്കുകയാണ്. സോ സഫാൻ, തുടർച്ചയായിട്ടുള്ള സിൽവറിൻ്റെ ഈ ഒരു റാലിയെ ടെക്നിക്കലി അനലിസ്റ്റുകൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? നിയർ ടേമിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? കറൻറ്റ്ലി ടെക്നിക്കൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പരബോളിക് റാലി സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റിൽ സ്ട്രെങ്ത് തന്നെയാണ് സിൽവറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 28th നവംബറിലാണ് ഒരു പ്രോപ്പർ, അതായത് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ്, അതായത് ഹയർ ലെവലിൽ ഒരു ബേസ് ഫോം ചെയ്ത് ആ ലെവലിൽ നിന്ന് ബേസ് ബ്രേക്ക് ഔട്ടാണ് 28th നവംബറിൽ സിൽവറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് മൊമെൻറ്റം ബിൽഡപ്പ്, കണ്ടിന്യൂസ് സ്ട്രോങ് വോളിയം ആക്ഷൻസ്, അതായത് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷൻ ലാസ്റ്റ് ഡേയും കറണ്ട് ഡേ എല്ലാം നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഈവൻ ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നാൽ പോലും അതൊരു ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ആവാനുള്ള ഒരു പോസിബിലിറ്റിയും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്.
തിരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റോക്സിലേക്ക് തന്നെ വരാം. സ്റ്റോക്സിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും ഡിഫൻസ് സ്റ്റോക്കുകൾ ഇന്നിപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധാകേന്ദ്രമായേക്കാം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ മീറ്റിംഗ് ഇന്ന് നടക്കാനിരിക്കുകയാണ്. 2026 എത്രമാത്രം അലോക്കേഷൻ ലഭിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശുഭപ്രതീക്ഷകളാണ് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഡിഫൻസ് ഓഹരികളിലേക്ക് നിക്ഷേപകർ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. സഫൻ, ആദ്യം നമുക്ക് ഡിഫൻസ് ഇൻഡെക്സിലേക്ക് തന്നെ എത്താം. സോ ഡിഫൻസ് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ വ്യൂ എങ്ങനെയാണ്? നമുക്കറിയാം ഡിഫൻസ് ഇൻഡെക്സ് കറൻലി ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ്. ഇത് ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോൾ സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ലാസ്റ്റ് 5 days ആയിട്ട് ഒരു റീകവറി, അതായത് 19th ഡിസംബറിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ, അതിനുശേഷം പ്രോപ്പർ ഫോളോ ത്രൂ ആക്ഷൻ ആയിരുന്നു ഡിഫൻസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഹൈ വോളറ്റൈൽ കാൻഡിഡേറ്റ് ആയിരുന്നു ഡിഫൻസ് ഓഹരികൾ എന്ന് പറയാൻ സാധിക്കും. അതായത് മോർണിംഗ് ഹവേഴ്സിൽ നല്ലൊരു മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ട് ക്ലോസിംഗ് ഹവേഴ്സ് ആയപ്പോൾ ഒരു ഹയർ ലെവലിൽ റിജക്ഷൻ ആയിരുന്നു ഡിഫൻസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 7838 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായി. റീസെൻ്റ്ലി അത് സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിരുന്നു. കറൻലി ഒരു ഹഡിലായി ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലോസിംഗ് ടു ക്രൂഷ്യലാണ്. ഈ ഒരു മേഖല 7838 എന്ന മേഖല മറികടന്നാൽ മേ ബി ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. അതിൽ ചില സ്റ്റോക്സിലേക്ക് കൂടി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഡിഫൻസ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാ നിക്ഷേപകരുടെയും മനസ്സിലേക്ക് എത്തുന്ന ആദ്യത്തെ ഒരു കമ്പനി എന്ന് പറയുന്നത് HAL ആയിരിക്കും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 0.5% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ ബേസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഹൈ ലെവൽസിൽ HALന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് വർഷമാണ് നേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് കാര്യമായ തോതിലുള്ള ഒരു വളരെ മാർജിൻ അല്ലെങ്കിൽ മ്യൂട്ടഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് ഇയർ ഓൺ ഇയർ ബേസിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 50% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം വെള്ളിയാഴ്ച വരെയുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് 5.5% ഒരു നേട്ടം മാത്രമാണ് നൽകിയിരിക്കുന്നത്. സോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലുള്ള ഒരു വ്യൂ എങ്ങനെയാണ്? സ്റ്റഡി പർപ്പസിനായി ഒരു സ്റ്റോക്കിനെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ 19th മെയ് അതുപോലെ റീസെൻ്റ് 12th നവംബറിലെല്ലാം ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ വിത്ത് ഹൈ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. കറൻലി ഈ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ, അതായത് ബിയറിഷ് ഫേസിലുള്ള റേഞ്ച് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അതായത് 5165 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായും 4321 എന്ന സോൺ നിയർ ടേം സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം ഡിഫൻസ് ഓഹരികളിൽ ഭേദപ്പെട്ട നിലയിൽ റിട്ടേൺ നൽകിയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുപക്ഷെ HALുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയ ഒരു ഓഹരി എന്ന് പറയുന്നത് ഭാരത് ഡൈനാമിക്സ് അഥവാ BDLൻ്റെ ഓഹരികളായിരുന്നു. BDLനെ സംബന്ധിച്ചിട്ട് ഇയർ ഓൺ ഇയർ ബേസിൽ ഏകദേശം 30% ഒരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ വളരെ മ്യൂട്ടഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു എങ്കിൽ പോലും ഇലക്ഷന് ശേഷം, അതായത് പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ട് അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് അവിടെ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം, പ്രത്യേകിച്ചും ഡിസംബർ ഒരു 17 മുതൽ ഇങ്ങോട്ടേക്കുള്ള ചാർട്ടൊക്കെ പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടൊരു ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊരു മുന്നേറ്റമാണ് കാണുന്നത്. വെള്ളിയാഴ്ച ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് വർഷം നേരിട്ടിരുന്നു. ബട്ട് സ്റ്റിൽ വ്യാഴാഴ്ചത്തെ ഒരു ഇൻട്രാഡേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഭേദപ്പെട്ട നില പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്. സോ ഭാരത് ഡൈനാമിക്സിലുള്ള ഒരു വ്യൂ എങ്ങനെയാണ്? അനില സൂചിപ്പിച്ച പോലെ തന്നെ റീസെൻ്റ്ലി ഒരു മൊമെൻറ്റം ബിൽഡപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ 1629 എന്ന ലെവൽ മറികടക്കണം. അതായത് 24th ഡിസംബറിലെല്ലാം സ്ട്രോങ് വോളിയം ആക്ഷൻ, അതായത് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷനാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കറൻലി ഒരു റാലി അറ്റംപ്റ്റ് ഫേസിലാണെന്ന് പറയാൻ സാധിക്കും. ബട്ട് 1629 എന്ന ലെവൽ മറികടക്കുക എന്നത് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. അല്ലാത്ത പക്ഷം ഇതൊരു ഹൈ റിജക്ഷൻ സോണിൽ നിന്നും വീണ്ടും ഒരു കറക്ഷനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ബെൽറൈസ് ഇൻഡസ്ട്രീസ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ബെൽറൈസിനെ സംബന്ധിച്ച് എനിക്കൊന്ന് സഫാൻ തുടർച്ചയായിട്ട് IPO സ്റ്റോക്സിനെ ഫോളോ ചെയ്യുന്ന ഒരു അനലിസ്റ്റ് കൂടിയാണ്. സോ ബെൽറൈസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ മികച്ച, അതായത് ഈ ഒരു 2025 പൊതുവേ പ്രത്യേകിച്ചും 2025 സെക്കൻഡ് ഹാഫിൽ ഒരുപാട് IPOകൾ വന്നിട്ടുണ്ടായിരുന്നു. പലതിലും പ്രത്യേകിച്ചും ലെൻസ്കാർട്ട് പോലെയുള്ള IPOകളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ ഓവർ വാല്യൂഡ് ആണ്. വളരെയധികം മിസ്ഇൻഫോർമേഷൻസ് പകർന്നു നൽകിക്കൊണ്ടാണ് IPOയിൽ അവരുടെ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന അടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബെൽറൈസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ പൊതുവെ മറ്റ് IPO സ്റ്റോക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ബെൽറൈസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ ഇതുവരെയുള്ളൊരു പ്രകടനമൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഭേദപ്പെട്ട നിലയിലുള്ള റിട്ടേൺ ഏകദേശം ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു നേട്ടം നൽകാനായിട്ടും ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. സോ ബെൽറൈസിലുള്ള ഒരു ടെക്നിക്കൽ വ്യൂ എങ്ങനെയാണ്?
ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിന്യൂസ് ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. കൂടാതെ 8 ജൂലൈയിലാണ് ഒരു IPO ബേസ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്ത്. അതിനെ തുടർന്ന് ഒരു 50% മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറൻ്റ്ലി വീണ്ടും ഒരു മൊമെൻറ്റം ബിൽഡപ്പ്, അതായത് പാറ്റേൺ കണ്ടിന്യൂഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഒരു ബേസ് ബ്രേക്ക്ഔട്ടാണ് റീസെൻ്റ്ലി 23 ഡിസംബറിലെല്ലാം ഫോം ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് 2 ഡേയ്സിലും സ്ട്രോങ് വോളിയം ആക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് 168 എന്ന സോൺ മറികടക്കുന്ന ബെൽറൈസ് ഇൻഡസ്ട്രീസിനെയാണ് റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 168 എന്ന സോൺ ഒരു നിയർ ടേം സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. കാരണം ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പ്രോപ്പർ മൊമെൻറ്റം ബിൽഡപ്പ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ളതും 168 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഉള്ളത്. അടുത്തതായിട്ട് BSEയിലേക്ക് കൂടിയാണ് വരുന്നത്. BSEയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഈ ഒരു വർഷം 2025 പൊതുവേ നിഫ്റ്റിയിൽ 2 പെർഫോമൻസ് ആയിരുന്നു എങ്കിൽ പോലും ഔട്ട് പെർഫോമൻസ് നടത്തിയ ഒരു ഓഹരിയാണ് BSE. ഓൾമോസ്റ്റ് ഒരു 50% അടുത്ത് നേട്ടം 2025 നൽകാനായിട്ട് BSE ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ വളരെ മ്യൂട്ടഡായിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം ഏകദേശം ജൂണോടുകൂടി വളരെ ശക്തമായിട്ട് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കുന്നു. വീണ്ടും ഒരു ഹെൽത്തി കറക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഏകദേശം 0.5% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ആ ഒരു വോളറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയ തോതിൽ സെല്ലിംഗ് പ്രഷറിലേക്ക് നീങ്ങുന്നില്ല എന്ന് തന്നെ പറയാം. സോ BSE ഓഹരികളിലുള്ള അനലിസ്റ്റുകളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? റീസെൻ്റ്ലി ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത് മാർക്കറ്റിൽ പ്രോപ്പർലി നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലെല്ലാം റീടെസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്ത സെയിം ഡേ, അതായത് 7th നവംബറിലാണ് ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത്. 2572 എന്ന ലെവൽ ഒരു ബ്രേക്ക്ഔട്ട് ലെവലായി ആക്ട് ചെയ്ത് പ്രോപ്പർ മൊമെൻറ്റം ബിൽഡപ്പ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറൻ്റ്ലി ഒരു റീടെസ്റ്റ് ഫേസിലാണ് ഈ ഒരു BSE ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. അതായത് മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് നടന്നെങ്കിൽ പോലും 2572 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുന്ന BSEനെയാണ് റീസെൻ്റ്ലി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ, അതായത് 2572 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് മറ്റു ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ കറൻ്റ്ലി മിസ്സിംഗ് ആയിട്ടുള്ളത് ഒരു പ്രോപ്പർ വോളിയം ആക്ഷൻ ആണ്. വരും ദിവസങ്ങളിൽ ഒരു പ്രോപ്പർ വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം കാൻഡിഡേറ്റായി ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. അടുത്തിടെ ചില ന്യൂ ഏജ് കമ്പനികളിലേക്കാണ് വരുന്നത്. പ്രധാനമായിട്ടും ന്യൂ ഏജ് കമ്പനികൾ എന്ന് പറയുമ്പോൾ സ്വിഗ്ഗി, ഇറ്റേണൽ തുടങ്ങിയ കമ്പനികളിലാണ് വരുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ടാണ്, കാരണം സ്വിഗ്ഗി ഇറ്റേണലിനെ സംബന്ധിച്ചിട്ട് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പറ്റീറ്ററായിട്ടുള്ള സെപ്റ്റോ ഉടൻ തന്നെ IPOയുമായിട്ട് എത്തുന്നു എന്നൊരു അപ്ഡേഷൻ ഇന്നലെ ഇപ്പോൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കമ്പനികളെ സംബന്ധിച്ചിട്ട് നിലവിൽ അവരുടെ ഒരു ബിസിനസ് മോഡൽ പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. മാത്രമല്ല വലിയ തോതിൽ പോപ്പുലാരിറ്റി കൈവരിക്കാനും അവരുടെ നെറ്റ്വർക്ക് എക്സ്പാൻഷൻ നടത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം കിടപിടിക്കുന്ന മറ്റൊരു കമ്പനിയാണ് സെപ്റ്റോ. സെപ്റ്റോയും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ഏതായാലും സ്വിഗ്ഗിയിലേക്ക് തന്നെയാണ് വരുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഈ വർഷം ഏകദേശം 28% നെഗറ്റീവ് റിട്ടേൺ ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും 2% ഒരു നഷ്ടത്തിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് ആ ഒരു ലോ ലെവൽസിൽ തന്നെയാണ് ഓഹരിയിൽ ഒരു ക്ലോസിംഗും നടന്നിരിക്കുന്നത്. സോ സ്വിഗ്ഗി ഓഹരികളിലുള്ള ഒരു ടേക്ക് കറൻ്റ്ലി റീസെൻ്റ്ലി നമുക്കറിയാം ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് അത്ര അപ്സൈഡ് മൂവ്മെൻ്റ് ഒന്നും ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നില്ല. ഇത് 417 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായി കറൻ്റ്ലി ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് മറികടക്കുക എന്നത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. കാരണം അതൊരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിരുന്നു. ആ ലെവലിൽ നിന്നാണ് 417 എന്ന ലെവലിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ആണ് റീസെൻ്റ്ലി കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും നിയർ ടേം സപ്പോർട്ടായി 376 എന്ന ലെവൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് 376ഉം അതുപോലെ 417 എന്നത് ഒരു ഹഡിലായും 376 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ കറൻ്റ്ലി ആക്ട് ചെയ്യുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നെഗറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 417 എന്ന ലെവൽ മറികടക്കുക എന്നത് സ്വിഗ്ഗിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. അല്ലാത്ത പക്ഷം ഈ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. സ്വിഗ്ഗി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എറ്റേണലിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. എറ്റേണലിലെ കൂടി വരികയാണ്. എറ്റേണലിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു ഒക്ടോബർ മാസത്തിൽ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ഓഹരിയിൽ നമുക്കൊരു സെല്ലിംഗ് പൊസിഷനാണ് കാണുന്നത്. ഒരുപക്ഷെ സ്വിഗ്ഗിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഭേദപ്പെട്ട നിലയിലുള്ള അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ഇറ്റേണൽ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇറ്റേണലിലും 1% മുകളിൽ ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റേണൽ ഓഹരികളിലുള്ള ഒരു എക്സ്പെർട്ട് സ്റ്റേക്ക് എങ്ങനെയാണ്? ഈ ഓഹരിയിലും ഇമ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ, അതായത് 310 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിരുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഡൗൺ ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 310 എന്നത് കറൻ്റ് ഈ ഒരു സ്റ്റോക്കിലും ഒരു
ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കൂടാതെ ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട്. 16th ഒക്ടോബർ അതുപോലെ 6th നവംബർ എന്നീ ദിവസങ്ങളിലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. സ്വിഗ്ഗിയിലാണ് സ്ട്രോങ് വോളിയം ആക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ സ്ട്രോങ് വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ്. എന്നിരുന്നാൽ പോലും 310 എന്ന മേഖല മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ എന്നതാണ് പല അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ജനുവരി മുതൽ തീർച്ചയായിട്ടും ബഡ്ജറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നിക്ഷേപകരെയും ഒപ്പം തന്നെ അനലിസ്റ്റുകളുടെയും ഒക്കെ ഒരു ശ്രദ്ധ ആകർഷിക്കുക. ഏത് സെക്ടറിനായിരിക്കും ഏറ്റവും കൂടുതൽ അലോക്കേഷൻ വരിക, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രീ ബഡ്ജറ്റ് ചർച്ചകളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നിക്ഷേപകരെ ശ്രദ്ധ ആകർഷിക്കുക. തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള ചില ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് ചമ്പൽ ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേക്കാണ് ചോദിക്കുന്നത്. ചമ്പലിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഒരു സീസണൽ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ അനീഷ് സാർ ഉണ്ടായിരുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഒരു സീസണൽ സ്റ്റോക്കാണ്. സ്വാഭാവികമായിട്ട് ഈ ബഡ്ജറ്റ് പോലെയുള്ള ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മൂവ്മെൻറ്റം അല്ലെങ്കിൽ സൈക്ലിക്കൽ മൂവ്മെൻറ്റം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഹരി കൂടിയാണ്. സോ ചമ്പൽ ഫെർട്ടിലൈസേഴ്സിലുള്ള ഒരു ടേക്ക് എങ്ങനെയാണ്? ലാസ്റ്റ് 1 വീക്കായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ സ്ട്രോങ് വോളിയം ആക്ഷനും മൊമെൻറ്റം ബിൽഡപ്പുമാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 445 എന്ന ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി കറൻറ്റ്ലി ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം 16th ഡിസംബറിലെല്ലാം പ്രോപ്പർ വോളിയം ആക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി, അതായത് ഷോർട്ട് കവറിംഗ് ആണെങ്കിൽ പോലും ഒരു മൊമെൻറ്റം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ മേ ബി ഒരു ട്രെൻഡ് റിവേഴ്സൽ, അതായത് ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. സഫാൻ, അടുത്തായിട്ട് ശക്തി പമ്പ്സ് എന്ന ഓഹരിയിലേക്ക് കൂടിയാണ് വരുന്നത്. ശക്തി പമ്പ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഹരിയാണ്. കാരണം 2024 525% റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരിയായിരുന്നു ശക്തി പമ്പ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ 2025 ആയപ്പോഴേക്കും അതിൻ്റെ ഒരു നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ നമ്മൾ അനിവാര്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്കായിരുന്നു. കാരണം ഓൾമോസ്റ്റ് ഒരു 31% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും 2024 അപേക്ഷിച്ചിട്ട് ആ ഒരു ഹൈ ലെവൽസിലേക്ക് കുതിച്ചു. അതിനുശേഷമാണ് വീണ്ടും ഈ ഇടിവിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഓഹരിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും വളരെ വോളറ്റൈൽ ആയിട്ടൊരു ചാർട്ട് പാറ്റേൺ ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, പ്രത്യേകിച്ചും ഡിസംബർ 11 മുതൽ സെഷൻസ് ഒക്കെ പരിശോധിച്ച് വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ചില ഇൻട്രാഡേ മൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച 0.9% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. സോ ശക്തി പമ്പ്സിലുള്ള ഒരു ടേക്ക് എങ്ങനെയാണ്? ഈ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം 11th ഡിസംബറിൽ ഒരു ബോട്ടം ലെവലിൽ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം 794 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണാണ്. എന്നിരുന്നാൽ പോലും റീസെൻ്റ്ലി ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേറ്റിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. 794 എന്ന ലെവൽ മറികടന്നാൽ 1032 എന്നത് ഷോർട്ട് ടേം ടാർഗറ്റായി എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. റീസെൻ്റ്ലി അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ സ്ട്രോങ് വോളിയം ആക്ഷനും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാലി കണ്ടിന്യൂഷനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. ബജറ്റ് കേൾക്കുമ്പോഴേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സെക്ടർ എന്ന് പറയുന്നത് റെയിൽവേ ഓഹരികളാണ്. റെയിൽവേ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ ഈ ഒരു ബജറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ പോലെയുള്ള ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തരം ഓഹരികളൊരു മൂവ്മെൻറ്റ് കാണുക. 2025 പൊതുവെ റെയിൽവേ ഓഹരികൾക്ക് അത്ര മികച്ചൊരു നമ്പേഴ്സ് അല്ലായിരുന്നു. കഴിഞ്ഞ വർഷം 2024 ഒപ്പം തന്നെ മുന്നത്തെ വർഷങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോഴേക്കും മൾട്ടി ബാഗറായിട്ട് കണക്കാക്കിയിരുന്ന പല ഓഹരികളിലും ഹെൽത്തി ആയിട്ടൊരു കറക്ഷനിലേക്കും അതിനടുത്തൊന്നൊരു വാല്യുവേഷൻ, ഒരു ഫെയർ വാല്യുവേഷനിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയുമാണ് കണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു RVNL പോലെയുള്ള, അതായത് റെയിൽവേ ഓഹരികൾ പ്രത്യേകിച്ചും RVNL-ലേക്കാണ് വരുന്നത്. കാരണം RVNL-നെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 5 സെഷൻ ഡിസംബർ 18 മുതൽ അല്ലെങ്കിൽ 19 മുതൽ ഇങ്ങോട്ടേക്കുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോൾ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. വെള്ളിയാഴ്ച 12% ഒരു ഇൻട്രാഡേ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. സോ RVNL ഓഹരികൾ നമുക്ക് ആ ഒരു ബിയറി സെൻറ്റിമെൻറ്റ്സിൽ നിന്നുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതെ, ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഡബിൾ ബ്രേക്കൗട്ടാണ്, അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് 19th ഡിസംബറിൽ ഫോം ചെയ്ത്, അതായത് മാർക്കറ്റിൽ നമുക്കറിയാം ഒട്ടുമിക്ക ഇൻഡീസസിലെല്ലാം ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്ത 19th ഡിസംബറിൽ തന്നെ ഈ ഒരു ഓഹരിയിലും ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്ത് അതിനുശേഷം 20% മൂവ്മെൻ്റ് ആണ് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ടൈം ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഇനി 357, 334 എന്ന ലെവൽസ് എല്ലാം സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഹരി ഇനി കറക്ഷൻ നടന്നെങ്കിൽ പോലും വീണ്ടും ഒരു പുൾ ബാക്ക് റാലി പോസിബിലിറ്റീസ് തന്നെയായിരിക്കും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസും പ്രോപ്പർ വോളിയം ആക്ഷൻ, അത് ഒരു ഇൻട്രസ്റ്റിംഗ് ചാർട്ട് പാറ്റേൺ കറൻറ്റ്ലി RVNL ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റാലി കണ്ടിന്യൂഷനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്.
അടുത്തതായിട്ട് മറ്റൊരു റെയിൽവേ ഓഹരിയായിട്ടുള്ള ജുപ്പിറ്റർ വാഗൺസിലേക്ക് കൂടി വരികയാണ്. ജുപ്പിറ്റർ വാഗൺസിനെ സംബന്ധിച്ചിട്ട് 2% ഒരു കുതിപ്പായിരുന്നു ജുപ്പിറ്റർ വാഗൺസിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ 19 മുതൽ ഇങ്ങോട്ടേക്കുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള ഒരു നേട്ടമാണ് ജുപ്പിറ്റർ വാഗൺസിലും കാണാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറിന് ശേഷമാണ് ഇത്തരം ഒരു റിക്കവറി കാണാൻ സാധിച്ചത്. സോ ജുപ്പിറ്റർ വാഗൺസിലുള്ള ഒരു ടെക്നിക്കൽ വ്യൂ എങ്ങനെയാണ്? ടെക്നിക്കലി ഈ ഒരു ഓഹരിയും RVNL കമ്പയർ ചെയ്യുമ്പോൾ RVNL ആണ് ടെക്നിക്കലി സ്ട്രോങ് സൈഡിൽ എന്ന് പറയാൻ സാധിക്കും. ഇത് റേഞ്ച് കൺസോൾട്ടേഷൻ, അതായത് ബിയറിഷ് ഫേസിലുള്ള റേഞ്ച് കൺസോൾട്ടേഷനിലാണ് റീസെൻ്റ്ലി നല്ലൊരു മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഓവറോൾ ട്രെൻഡ്, അതായത് ഒരു മേഖലയിൽ പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്തുള്ള ഒരു റാലി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ടെക്നിക്കലി ചെയ്ത് നോക്കുകയാണെങ്കിൽ 19th മെയിലെല്ലാം ഹയർ ലെവൽ വോളിയം ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ക്യാനിലാണ് JWL കാണാൻ സാധിക്കുന്നത്. 419 എന്ന മേഖല മറികടന്നാൽ മാത്രമേ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു ഷോർട്ട് കവറിംഗ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ RVNLന്റെ കേസ് നേരെ മറിച്ചാണ്. അതായത് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ്, അതായത് ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. സഫർ, അടുത്തായിട്ട് നമ്മൾ വരുന്ന സെക്ടർ IT സൂചികയാണ്. ITയെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ ഈ ഒരു 2025 വളരെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു ഹെവി വെയ്റ്റ് സെക്ടറായിട്ടായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ്, പ്രത്യേകിച്ചും ഒക്ടോബർ ഈ ഒരു ക്വാർട്ടർ ആരംഭിച്ച മുതലുള്ള സമയമൊക്കെ പരിശോധിക്കുമ്പോഴേക്കും IT സൂചികയിൽ ഒരു റിക്കവറിക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ IT സൂചികയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമെന്ന് പറയുന്നത് ആഗോളതലത്തിൽ പ്രത്യേകിച്ചും നാസ്ഡാക്ക് പോലെയുള്ള സൂചികകളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു റാലി നടന്നപ്പോൾ പോലും ഇന്ത്യൻ IT ഓഹരികൾക്ക് ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ഇന്ത്യൻ IT ഓഹരികൾക്ക് ഇനി വരാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ആൻറ്റി റാലി എന്ന തലത്തിലാണ് പല അനലിസ്റ്റുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ ഇതേ ഫോർത്തിൽ തന്നെ പ്രദീപ് സാർ അടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ 2026 ഒരു ഡാർക്ക് ഹോഴ്സ് സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ IT സൂചിക ആയിരിക്കുമെന്ന്. ഏതായാലും ITയെ സംബന്ധിച്ചിട്ട് തന്നെയാണ് വരുന്നത്. IT കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ 400 പോയിന്റ്സിലധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ IT സൂചികയിലുണ്ടായ ആ ഒരു ഇടയിൽ വെച്ച് നമുക്കൊരു മൊമെൻറ്റം കാണാൻ സാധിച്ചു. പക്ഷേ അത് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ IT സെക്ടറിൽ ഒരു ടെക്നിക്കൽ വ്യൂ എങ്ങനെയാണ്? ടെക്നിക്കലി ഹയർ ലെവലിൽ ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ബോട്ടം ലെവലിൽ എക്സാക്ട് ഡേ നോക്കുകയാണെങ്കിൽ 10th നവംബറിൽ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്ത് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ഹൈ ആയിരുന്നു IT മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 36,793 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി. ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ പോലും ഇവിടുന്ന് ഒരു റിവേഴ്സൽ ഉള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കറന്റ് ടെക്നിക്കൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി വിത്തിൻ 2 ഡേയ്സിൽ ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ ഒരു IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ഹൈ പാറ്റേൺ കീപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. അടുത്തതായിട്ട് ITയിലെ ഇപ്പോഴത്തെ താരമായി നിൽക്കുന്ന ഒരു ഓഹരി എന്നത് കൊഫോർജ് ആണ്. കൊഫോർജിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ IT മേഖലയിൽ ഏറ്റവും വലിയൊരു ഏറ്റെടുക്കലുമായിട്ടാണ് കൊഫോർജ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എൻകോറ AI ഫേമായിട്ടുള്ള എൻകോറിനെ ഏകദേശം $2 ബില്യൺ 2.35 ബില്യൺ ഒരു വാല്യൂഷനിലാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഏറ്റെടുക്കൽ എന്നാണ് ഈ ഒരു മൂവ്മെൻറ്റിനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു റാലിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ IT ഓഹരികൾ മാറി നിന്നു എന്ന് പറഞ്ഞൊരു പശ്ചാത്തലത്തിലാണ് യിലേക്ക് കൂടുതൽ സാന്നിധ്യം ശക്തമാക്കാനായിട്ട് കൊഫോർജ് ഇത്തരമൊരു തീരുമാനമായിട്ട് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. പക്ഷേ ഓഹരികളിലേക്ക് കിടക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പൊസിഷനാണ് കഴിഞ്ഞ 3 സെഷൻസിലായിട്ടും കാണുന്നത്. സോ കൊഫോർജിലുള്ള ഒരു വ്യൂ എങ്ങനെയാണ്? പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ പോലും ചാർട്ടിൽ നമുക്കൊരു വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 10th ഡിസംബറിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ, അതുകൂടാതെ 1880 1843 എന്ന സോൺ ഒരു സപ്ലൈ സോൺ ആയി ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് ബിയറിഷ് ക്യാനിൽ ഈവൻ ലാസ്റ്റ് ഡേയും പോലും ഒരു സ്ട്രോങ് വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് കൊഫോർജിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഈവൻ ഷോർട്ട് കവറിംഗ് നടന്നാൽ പോലും 1880 എന്നത് ഒരു സപ്ലൈ സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനും അല്ല നൽകിയിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പ്രേക്ഷകരെ. ഏതായാലും അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.